നത്തോലി പൊരിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് കരുതിയിട്ടാണ് പുള്ളിക്കാരി കൈ നിറയെ വാരിയെടുത്ത് ഈ കഴിക്കുന്നത്. വെണ്ടയ്ക്ക കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പാവം കുട്ടിക്കറിയില്ല. നമ്മുടെയൊക്കെ ഓട്ടത്തിനൊക്കെ പോകുമ്പോൾ വഴിയിൽ ഒരുപാട് കച്ചവടക്കാരെ കാണും. അപ്പോൾ ലാഭത്തിന് കിട്ടുന്ന വില കുറച്ച് കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഒരുപാട് മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ മിക്കവാറും നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്ക കാണും. വെണ്ടയ്ക്ക ലാഭത്തിന് കിട്ടാറുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയിൽ പല പരീക്ഷണങ്ങളും നമ്മളിങ്ങനെ നടത്താറുണ്ട്. അങ്ങനെ ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്തപ്പോൾ യൂട്യൂബിൽ കണ്ടാണ് വെണ്ടയ്ക്ക ഫ്രൈ. അത് വെണ്ടയ്ക്ക വാലും തലയും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 4ആയിട്ട് മുറിച്ചെടുക്കണം. ഒരുപാട് നീളമുള്ള വെണ്ടയ്ക്കയാണെങ്കിൽ കുറുകനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ മുറിച്ച വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ ഒരു 2 സ്പൂണോളം കടലമാവ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആണെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി നേരം വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും. അപ്പം വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി.